നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വീതി ലക്കം 2023 ഓഗസ്റ്റ് 19 കറണ്ട് അഫയേഴ്സ്. 2023 ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം CR റാവു. 2023 ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം ലഭിച്ചത് CR റാവുവിനാണ്. ലോക സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഒക്ടോബർ 20 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ 29 ലോക സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഒക്ടോബർ 20, ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ 29. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് PC മഹലനോബിസിൻ്റെ ജന്മദിനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. സ്പൈസസ് സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് എ ഗ്ലാൻസ് 2021 എന്ന പേരിൽ പുസ്തകം ഇറക്കിയത് നരേന്ദ്ര സിംഗ് തോമർ ആണ്. സ്പൈസസ് സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് എ ഗ്ലാൻസ് 2021 എന്ന പുസ്തകം ഇറക്കിയത് നരേന്ദ്ര സിംഗ് തോമർ. 2023 ജൂണിൽ 41 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ചൈനീസ് റോക്കറ്റ് ലോങ് മാർച്ച് 2D. ആദ്യത്തെ സാധാരണ പൗരൻ ഉൾപ്പെടെ 3 പേരെ ലോങ് മാർച്ച് 2Dയിൽ ചൈന ബഹിരാകാശത്ത് എത്തിച്ചു. ആദ്യത്തെ സാധാരണ പൗരൻ ഉൾപ്പെടെ 3 പേരെ ലോങ് മാർച്ച് 2Dയിൽ ചൈന ബഹിരാകാശത്ത് എത്തിച്ചു. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗുയിഹെങ് ചാവോ. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗുയിഹെങ് ചാവോ. ചൈനീസ് ബഹിരാകാശ ഏജൻസിയുടെ പേര് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSA. ചൈനീസ് ബഹിരാകാശ ഏജൻസിയുടെ പേര് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ CNSA. ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ടിയാങ്കോങ്. ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ്. 2023 ജൂണിൽ 41 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ചൈനീസ് റോക്കറ്റ് ലോങ് മാർച്ച് 2D. ആദ്യത്തെ സാധാരണ പൗരൻ ഉൾപ്പെടെ 3 പേരെ ലോങ് മാർച്ച് 2Dയിൽ ചൈന ബഹിരാകാശത്ത് എത്തിച്ചു. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗുയിഹെങ് ചാവോ. ചൈനീസ് ബഹിരാകാശ ഏജൻസിയുടെ പേര് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ CNSA. ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ടിയാങ്കോങ്. അടുത്തത് 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി. ഉത്തരം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2019 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വിജയികളായത് US ആയിരുന്നു. 2019 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വേദി ഫ്രാൻസിലായിരുന്നു. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിൻ VR26. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിൻ VR26. 2026 ഫിഫ ലോകകപ്പ് വേദി US, കാനഡ, മെക്സിക്കോ. 2026 ഫിഫ ലോകകപ്പ് വേദി US, കാനഡ, മെക്സിക്കോ. 2026 ഫിഫ ലോകകപ്പ് ടീമുകളുടെ എണ്ണം 48. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2019 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വിജയികളായത് US ആയിരുന്നു. 2019 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വേദി ഫ്രാൻസിലായിരുന്നു. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിൻ VR26. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിൻ VR26. 2026 ഫിഫ ലോകകപ്പ് വേദി US, കാനഡ, മെക്സിക്കോ. 2026 ഫിഫ ലോകകപ്പ് വേദി US, കാനഡ, മെക്സിക്കോ. ആൻഡ് 2026 ഫിഫ ലോകകപ്പ് ടീമുകളുടെ എണ്ണം 48. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കാനുള്ള UGCയുടെ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കാനുള്ള UGCയുടെ പദ്ധതിയാണ് സാരഥി, സ്റ്റുഡൻറ്റ് അംബാസഡർ ഫോർ അക്കാദമിക് റിഫോംസ് ഇൻ ട്രാൻസ്ഫോമിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സാരഥി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കാനുള്ള UGCയുടെ പദ്ധതി സാരഥി, സ്റ്റുഡൻറ്റ് അംബാസഡർ ഫോർ അക്കാദമിക് റിഫോംസ് ഇൻ ട്രാൻസ്ഫോമിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ UGC രൂപീകൃതമായത്. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ UGC രൂപീകൃതമായത്. UGC ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28-നായിരുന്നു.
UGC ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28 മൗലാന അബ്ദുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. ഉപഭോക്തൃ സൗഹൃദമായതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവതരിപ്പിക്കുന്ന ഗുണപരമായ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും UGC പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഉത്സാഹ് ഉത്സാഹ്. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M. ജഗദീഷ് കുമാർ. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള UGCയുടെ പദ്ധതിയാണ് സാരഥി. ഡോക്ടർ S. രാധാകൃഷ്ണൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ UGC രൂപീകൃതമായത്. UGC ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28 മൗലാന അബ്ദുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. ഉപഭോക്തൃ സൗഹൃദമായതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവതരിപ്പിക്കുന്ന ഗുണപരമായ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും UGC പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് ഉത്സാഹ് ഉത്സാഹ്. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M. ജഗദീഷ് കുമാർ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M. ജഗദീഷ് കുമാർ. 2023 ഓഗസ്റ്റിൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ്. ഉത്തരം ഗാനൂൻ. 2023 ഓഗസ്റ്റിൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഗാനൂൻ. തായ് ഭാഷയിൽ ഗാനൂൻ എന്നാൽ ചക്ക എന്നാണ് അർത്ഥം. തായ് ഭാഷയിൽ ഗാനൂൻ എന്നാൽ ചക്ക എന്നാണ് അർത്ഥം. 2023 ജൂലൈയിൽ ഫിലിപ്പീൻസ്, ചൈന എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ദോക്സുരി. 2023 ജൂലൈയിൽ ഫിലിപ്പീൻസ്, ചൈന എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ദോക്സുരി. 2023 ആദ്യമായി അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് പിപജോയ്. 2023 ആദ്യമായി അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് പിപ്പർജോയ്. പിപ്പർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ്. പിപ്പർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശ്. പിപ്പർജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം. പിപ്പർജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം. 2023 ഓഗസ്റ്റിൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വീശിയ ചുഴലിക്കാറ്റ് ഗാനൂൻ. തായ് ഭാഷയിൽ ഗാനൂൻ എന്നാൽ ചക്ക എന്നർത്ഥം. 2023 ജൂലൈയിൽ ഫിലിപ്പീൻസ്, ചൈന എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ദോക്സുരി. 2023 ആദ്യമായി അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് പിപ്പർജോയ്. പിപ്പർജോയ്ക്ക് പേര് നൽകിയത് ബംഗ്ലാദേശ്. പിപ്പർജോയുടെ അർത്ഥം ദുരന്തം. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയ രാജ്യം. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയ രാജ്യം ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാനെതിരെ 546 റൺസിൻ്റെ വിജയമാണ് ബംഗ്ലാദേശ് നേടിയത്. 2023 രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. 2023 രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി നേടിയത് ന്യൂസിലാൻഡ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി നേടിയത് ന്യൂസിലാൻഡ്. ICC ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം 2022 നേടിയത് ബെൻ സ്റ്റോക്സ്. ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 നേടിയത് ബെൻ സ്റ്റോക്സ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായത് ബെൻ സ്റ്റോക്സ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായത് ബെൻ സ്റ്റോക്സ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയ രാജ്യം ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാനെതിരെ 546 റൺസിൻ്റെ വിജയമാണ് ബംഗ്ലാദേശ് നേടിയത്. 2023 രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി നേടിയത് ന്യൂസിലാൻഡ്. ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 നേടിയത് ബെൻ സ്റ്റോക്സ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായതും ബെൻ സ്റ്റോക്സ് ആണ്. 2023 15ാമത് ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത്. 2023 15ാമത് ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ്. 2023 15ാമത് ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനി. പെനൽറ്റി ഷൂട്ടൗട്ടിൽ ബെൽജിയത്തെ തോൽപ്പിച്ചാണ് ജർമ്മനി കിരീടം ചൂടിയത്. പെനൽറ്റി ഷൂട്ടൗട്ടിൽ ബെൽജിയത്തെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. പെനൽറ്റി ഷൂട്ടൗട്ടിൽ ബെൽജിയത്തെ തോൽപ്പിച്ചാണ് ജർമ്മനി കിരീടം ചൂടിയത്. 2023 ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യയായിരുന്നു. 2023 ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യയിലായിരുന്നു. 2023 ഹോക്കി ലോകകപ്പ് ഭാഗ്യചിഹ്നം ഒലി.
2023 ഹോക്കി ലോകകപ്പ് ഭാഗ്യചിഹ്നം ഒലി. 2023 ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് 9ാം സ്ഥാനം. 2023 ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് 9ാം സ്ഥാനം. 2023 15ാമത് ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനി. പെനൽറ്റി ഷൂട്ടൗട്ടിൽ ബെൽജിയത്തെ തോൽപ്പിച്ചാണ് ജർമ്മനി കിരീടം ചൂടിയത്. 2023 ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യയായിരുന്നു. ലോകകപ്പ് ഭാഗ്യചിഹ്നം ഒലി. 2023 ഹോക്കി ലോകകപ്പ് ഇന്ത്യക്ക് 9ാം സ്ഥാനം. 65 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടുന്ന വനിത ബിയോൺസ്. 65 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വനിത ബിയോൺസ്. റിതം ആൻഡ് ബ്ലൂസ് ഗാനം, മികച്ച ഡാൻസിന് ഇലക്ട്രോണിക് റെക്കോർഡിംഗ്, മികച്ച ഡാൻസ് ഇലക്ട്രോണിക് ആൽബം, മികച്ച പരമ്പരാഗത റിതം ആൻഡ് ബ്ലൂസ് അവതരണം എന്നിവയ്ക്കാണ് ബിയോൺസിന് ഇത്തവണ പുരസ്കാരം. ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഹാരിസ് ഹൗസ് അഥവാ ഹാരിസ് ടെയിൽസ്. ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെട്രാസ്. 2023 ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ റിക്കി കേജ്. 3 ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ റിക്കി കേജ്. 65 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വനിത ബിയോൺസ്. റിതം ആൻഡ് ബ്ലൂസ് ഗാനം, മികച്ച ഡാൻസ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ്, മികച്ച ഡാൻസ് ഇലക്ട്രോണിക് ആൽബം, മികച്ച പരമ്പരാഗത റിതം ആൻഡ് ബ്ലൂസ് അവതരണം എന്നിവയ്ക്കാണ് ബിയോൺസിന് ഇത്തവണ പുരസ്കാരം. ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഹാരിസ് ഹൗസ് ഹാരിസ് ടെയിൽസ്. ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെട്രാസ്. 2023 ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ റിക്കി കേജ്. 3 ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് റിക്കി കേജ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. പുതിയ പാർലമെൻറ്റ് മന്ദിരം ത്രികോണാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിച്ചത് ടാറ്റ പ്രോജക്റ്റ്. പുതിയ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതിയ മന്ദിരം രൂപകൽപ്പന ചെയ്തത്. പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണ പദ്ധതിക്ക് നൽകിയ പേര് സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണ പദ്ധതിക്ക് നൽകിയ പേര്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി 65,000 ചതുരശ്ര കിലോമീറ്റർ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി 65,000 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. പുതിയ പാർലമെൻറ്റ് മന്ദിരം ത്രികോണാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിച്ചത് ടാറ്റ പ്രോജക്റ്റ്. പുതിയ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ. പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണ പദ്ധതിക്ക് നൽകിയ പേര് സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി 65,000 ചതുരശ്ര കിലോമീറ്റർ. ഇത്രയുമാണ് തൊഴിൽ വീഥി ഓഗസ്റ്റ് 19 കറണ്ട് അഫയേഴ്സ്.